ഇന്ത്യയിലെ പ്രധാന അത്തർ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് അലി റോഡ്. അതിലൂടെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നോമ്പുകാലത്ത് ആത്മീയതയുടെ ഭാഗമായാണ് നഗരത്തിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അത്തറിൻ്റെ കച്ചവടവും പൊടിപിടിക്കും. ഗുലാബ്, മജ്മുഹ, ഫിർദൌസ്, കേവര തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളിൽ നിന്നുണ്ടാക്കുന്ന അത്തറുകളാണ് ഏറെ പ്രിയം. അറബ് നാടുകളിൽ നിന്നാണ് പേരുള്ള അത്തർ ഈ വ്യാപാരികൾക്ക് ഇവിടെ എത്തുന്നത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ഇവിടുത്തെ പ്രശസ്തമായ കടകൾ. പള്ളികളിൽ നമസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും പോകുമ്പോൾ അത്തറിൻ്റെ മണം നഗരവാസികൾക്ക് നിർബന്ധമാണ്. വലിയ വില നൽകി വാങ്ങാൻ കഴിയാത്തവർക്ക് നഗരത്തിൻ്റെതായ പരിഹാരമുണ്ട്. പള്ളിക്കവാടങ്ങൾക്കടുത്തായുള്ള ചെറുകിട അത്തർ കടകളിൽ അത്തർ പരുത്തിയിലാക്കി വസ്ത്രത്തിൽ തേച്ചു തരും. വസ്ത്രത്തിൽ മാത്രം പോരെങ്കിൽ താടിയിലും നെറ്റിയിലും തേച്ച് പരുത്തി കഷ്ണം ചെവിയിൽ വെക്കണമെങ്കിൽ അതുമാകാം. ഏത് സാധാരണക്കാരനും താങ്ങാവുന്ന നിരക്കിൽ അവർ സുഗന്ധം പരത്തുന്നു. ചരിത്രവും ആധുനികതയും വാനോളം ഉയർന്നു നിൽക്കുന്ന മുംബൈ നഗരം കാണാനെത്തുന്നവർ മുഹമ്മദ് അലി റോഡിലെ സ്വതാനുഭവങ്ങൾ കൂടി ഒപ്പം കൂട്ടിയേ മടങ്ങാറുള്ളൂ. ഛത്രപതി ശിവാജി ടെർമിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരെയാണ് പുരാതനമായ മിനാര മസ്ജിദും മുഹമ്മദ് അലി റോഡും സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ പൗരാണികത മാത്രമല്ല, രുചിയുടെ പാരമ്പര്യം കൂടിയാണ് ഈ ആകർഷകതയ്ക്ക് പിന്നിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റും പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നായകരിൽ ഒരാളുമായി മാറിയ മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ സ്മരണാർത്ഥമാണ് ഈ റോഡിന് ഈ പേര് ലഭിച്ചത്. കാസർഗോഡുകാരുടെ ഒരു ഹിന്ദുസ്ഥാൻ ഹോട്ടലുണ്ട്. 948 ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങിയത്. പതിറ്റാണ്ടിൻ്റെ മലയാളി കൈപുണ്യം. മുംബൈക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട വിഭവമാണ് മട്ടൻ കബാബ്. അതിവിടെ നിന്ന് കിട്ടും. അത് കണ്ടും അറിഞ്ഞും തലമുറകളായി വിളമ്പുന്നവരാണ് ഹിന്ദുസ്ഥാൻ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരായ കാസർഗോഡുകാർ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങുന്നതാണ് ഈ മലയാള രുചിയുടെ ചരിത്രം. 946 കാസർഗോട്ടെ ഉപ്പളയിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളുമായ അബ്ദുല്ലാജി, മൊയ്തീൻ ഹാജി, മമ്മു ഹാജി, മൊയ്തീൻ ഹാജി എന്നിവർ മുംബൈക്ക് വണ്ടി കയറുന്നത്. ആ വർഷം തന്നെ അവർ മിനാര മസ്ജിദിന് സമീപം ചെറുകട ഒരുക്കി മുംബൈക്കാർക്ക് സ്നേഹക്കൂട്ടിൽ പരുവപ്പെടുത്തിയ സ്വാദിഷ്ടമായ വിഭവങ്ങൾ വിളമ്പാൻ തുടങ്ങി. മക്കളായ മുഹമ്മദ് ഹാജി, അബ്ദുറഹ്മാൻ, സിദ്ദീഖ്, പോക്കർ, അസീസ് എന്നിവരാണ് ഇപ്പോൾ ഈ കടയുടെ സാരഥികൾ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് ഉണർന്നപ്പോൾ രാജ്യസ്നേഹത്താൽ കടയുടെ മുന്നിൽ ഉയർന്ന ബോർഡാണ് ഹിന്ദുസ്ഥാൻ റെസ്റ്റോറൻറ്റ്. 7 പതിറ്റാണ്ട് പിന്നിട്ടു. ഉടമകൾ 4 പേരും മൺമറഞ്ഞു. ഇവരുടെ പിൻതലമുറയിലൂടെ ഹിന്ദുസ്ഥാൻ റെസ്റ്റോറൻറ്റ് അടുക്കള ഇടതടവില്ലാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് അലി റോഡിലെ നിരവധി കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഡോങ്ക്രി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയത്. ഉറുമ്പിൻ്റെ കൂട്ടങ്ങൾ പോലെ ആളുകൾ നഗരത്തിലൂടെ നടന്നും ഓടിയും ഒട്ടിയിരുമ്മിയും പോകുന്നു. അതിനിടയിൽ സോപ്പ് പെട്ടി നിരത്തി വച്ചതുപോലെ വാഹനങ്ങൾ. ഡോങ്ക്രി എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരിക ദാവൂദ് ഇബ്രാഹിം എന്ന പേരാണ്. അധോലോക നായകൻ ജനിച്ചു വളർന്നത് ഡോങ്ക്രിയിലെ ഇടുങ്ങിയ ഗലികളിലാണ് എന്ന് പറയപ്പെടുന്നു. ഈ ഗലികളും ഇവിടുത്തെ ജീവിതം ഒരിക്കലും മാറിയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ദൂരെ നിന്ന് തന്നെ കണ്ടു അബ്ദുറഹ്മാൻ ബാബാ ഷായുടെ മസാറിൻ്റെ കവാടം. പിന്നെ കാറ്റിൽ ഒഴുകി വന്ന കുന്തിരിക്കത്തിൻ്റെ മണം. റോസാപ്പൂക്കളുടെയും ജമന്തിപ്പൂക്കളുടെയും അതിമനോഹരമായ സൗരഭ്യത്താൽ അന്തരീക്ഷം സുഗന്ധം കൊണ്ട് മയങ്ങിയ പോലെ. അബ്ദുറഹ്മാൻ ഷാ ബാബ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തെ സേലം ജില്ലയിൽ ജനിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കി ഹാഫിളായി മാറിയ ശേഷം ബോംബെയിലേക്ക് കുടിയേറിയെന്നാണ് ചരിത്രം. പൈതോണിക്ക് സമീപമുള്ള ബാബുഗോട്ട് സ്ട്രീറ്റിലെ ഒരു പള്ളിയിൽ താമസിച്ച് അടുത്തുള്ള മദ്രസയിൽ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. ഹജ്ജ് തീർത്ഥാടനത്തിൽ നിന്ന് മടങ്ങിയെത്തിയ സൂഫി വര്യൻ തൻ്റെ എളിമയുള്ള ജീവിതം തുടങ്ങി. ലൗകിക സ്വത്തുക്കൾ ഉപേക്ഷിച്ച് ആത്മീയതയിൽ മുഴുകി. ഞങ്ങൾ ദർഗയുടെ ഓരത്തെത്തിയിരിക്കുകയാണ്. ഓർമ്മകളിൽ പോയ കാലത്തിൻ്റെ ഇടിമുഴക്കം, ആകാംക്ഷയും വിഭ്രാന്തിയും നിറഞ്ഞ കുറിമാനങ്ങൾ. ധൂപക്കുറ്റിയിൽ കുന്തിരിക്കവും സുഗന്ധപൊടിയും ഇട്ടപ്പോൾ ഉയർന്നു പൊങ്ങിയ പുകയിൽ ഞാൻ സ്വയം മറന്നു പോകുന്നത് പോലെ. ദിക്റിൻ്റെ നനുത്ത മർമ്മരം. ഡോങ്ക്രിക്കൊരു പ്രത്യേകതയുണ്ട്. ജീർണിച്ച കെട്ടിടങ്ങളാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ജീർണിച്ച കെട്ടിടത്തിൽ ആയിരങ്ങൾ താമസിക്കുന്നു. ഒഴിഞ്ഞു പോവാൻ പറഞ്ഞാൽ ഒരാളും ഇവിടം വിട്ടു പോകില്ല. അതിനി തലക്ക് മുകളിൽ ഏത് ഡെമോക്രസിൻ്റെ വാൾ തൂങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ശരി. ഉന്തുവണ്ടിയിൽ തണ്ണിമത്തൻ വിൽക്കുന്ന, കടല വറുക്കുന്ന, ഇസ്തിരിയിടുന്ന ചെറിയ ചെറിയ പണികളും കച്ചവടങ്ങളും ഒക്കെയായി
ഈ നഗരത്തെ നിലയ്ക്കാതെ കാക്കുന്നവരാണ് കൂടുതലും. കാസർഗോഡൻ ജീവിതം ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെ ഇവിടെ കഴിയുന്നു. നൂറുകണക്കിന് ആളുകളുണ്ട്, കുടുംബമായിട്ടും അല്ലാതെയും. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ നിന്ന് തലചായ്ക്കാൻ ഇടമില്ലാതെ, അരവയർ നിറയ്ക്കാൻ ഭക്ഷണം കിട്ടാതെ ഈ നഗരത്തെ ആശ്രയിച്ചവർ മുംബൈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കഴിയുകയാണ്. ഒരു കാലത്ത് ഗൾഫ് പ്രവാസം തുടങ്ങുന്നതിന് മുന്നേ മലയാളികളുടെ അടുപ്പ് പുകഞ്ഞത് മുംബൈ തെരുവുകളിൽ പല ജോലികൾ ചെയ്ത നാണയത്തൊട്ടിൽ നിന്നാണ്. ഒരർത്ഥത്തിൽ പലരുടെയും മരീചികകളാണ് മുംബൈ. കേരള റെസ്റ്റോറൻറ്റ്, ഗരീബ് നവാസ്, നെക്രാജെ ഹോട്ടൽ, പേരറിയാത്ത എത്രയോ സ്ഥാപനങ്ങൾ. കാസർഗോഡൻ സ്നേഹങ്ങളുടെ വർത്തമാനം, അവരുടെ സേവനങ്ങൾ, അവരുടെ നന്മകൾ എല്ലാം വഴിയായി നമുക്ക് മുന്നിൽ അവർ നിരത്തുകയാണ്. ഈ ബസാർ മുഴുവനും ആ സൂഫിയുടെ വചനപ്പൊരുളുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഇരുളടഞ്ഞ വഴികളിൽ വെളിച്ചം വിതറുന്ന ശരറാന്തൽ പോലെ. എന്ന വഴി ഞങ്ങൾ ഷാലിമാർ റെസ്റ്റോറൻറ്റിൽ കയറി. 1970 തുടങ്ങിയ ഷാലിമാർ വളരെ ജനപ്രിയമായ ഒരു മുഗൾ മധുര പലഹാര കേന്ദ്രമാണ്. ഇവിടുത്തെ ഫലൂദയാണ് ഏറ്റവും മികച്ചതായിട്ടുള്ളത്. സ്പെഷ്യൽ ഫലൂദ കഴിച്ചു നോക്കി, വല്ലാത്ത രുചിയാണതിന്. ബോളിവുഡ് താരങ്ങളായ പലരും ഈ ഷാലിമാർ ഹോട്ടലിൽ ഫലൂദ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമിതാഭ് ബച്ചൻ്റെ ഇഷ്ട കേന്ദ്രമാണ് ഷാലിമാർ ഹോട്ടൽ. രാത്രി 2 മണി സമയമാണിപ്പോൾ. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നാളെ ഞങ്ങൾക്ക് ഷെയ്ഖ് മഖ്ദൂം അലി മാഹിമിയെ തേടി പോകാനുണ്ട്. പ്രിയപ്പെട്ടവരെ, പുലരിയിലേക്ക് ഉണരുകയാണ് ഈ മഹാനഗരം. ഇന്ന് മുംബൈയിൽ എൻ്റെ 3-ാം ദിനമാണ്. ഗലികളിൽ നിന്നും നഗരചത്വരങ്ങളിലേക്ക് ഇറങ്ങുന്ന ആളുകളെയാണ് കാണുന്നത്. ജോലികൾക്കായി പോകുന്നവരാണ് ഏറെയും. ഞാൻ താമസിക്കുന്ന റൂമിന് താഴെ പാൽ വിതരണക്കാരും പച്ചക്കറി പഴങ്ങൾ വിൽക്കുന്ന സാധാരണക്കാരും എല്ലാം ചെറിയ ടാർപോളിൻ വിരിച്ച് പല ഭാഗങ്ങളായി വിൽക്കുന്നത് ഞാൻ കണ്ടു. ചായ കുടി കഴിഞ്ഞ് നേരെ CMCയിലേക്ക്. ഇനി ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ പോയി പടിഞ്ഞാറൻ വശത്തുള്ള മായിം സ്റ്റേഷൻ, അതായത് വെസ്റ്റേൺ ലൈനിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് മാഹിം ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഇടവഴിയിലേക്ക് തുറക്കുന്ന കൊച്ചു വീടുകൾ, കെട്ടിടങ്ങൾ, സ്കൂൾ കുട്ടികൾ, ദർഗയിലേക്ക് പോകുന്ന റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആകെ ബഹളം നിറഞ്ഞ അന്തരീക്ഷം. വൃത്തിഹീനമായ വഴിയിൽ ഉറക്കച്ചടവോടെ കണ്ണുതിരുമ്മി വരുന്ന ചെറുബാല്യങ്ങൾ. അവരെ കാണുമ്പോൾ മാത്രമാണ് ഉള്ളിൽ ഒരു സങ്കടം നിറയുന്നത്. വഴികളിൽ മടിയേതുമില്ലാതെ ഉറങ്ങുന്നവർ, അത് ഇവിടുത്തെ നിത്യ കാഴ്ചകളാണ്. ഇതെല്ലാം കണ്ടു നടക്കുകയാണ് ഞാനും കൂട്ടുകാരും. നല്ല ദാഹം തോന്നിയപ്പോൾ അടുത്ത കടയിൽ കയറി ഇന്ത്യൻ ഡയറി ഫാം നല്ല സ്വാദുള്ള ലസ്സി കടിച്ചു. വീണ്ടും ഞങ്ങൾ മസാർ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ദൂരെ നിന്ന് തന്നെ കാണുകയാണ് ഷെയ്ഖ് മഖ്ദൂം അലി മാഹിമിയുടെ മിനാരങ്ങൾ. മാഹിം ദർഗയുടെ ചരിത്രപരമായ പ്രാധാന്യം അതിൻ്റെ അതിമനോഹരമായ വാസ്തുവിദ്യയിലാണ്. ഇത് വ്യത്യസ്ത സാംസ്കാരിക സ്വാധീനങ്ങളെ സംയോജിപ്പിക്കുകയും സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. സങ്കീർണമായ കൊത്തുപണികളും സൂക്ഷ്മമായ കാലിഗ്രാഫിയും കൊണ്ട് അലങ്കരിച്ച പ്രവേശന കവാടം കാണേണ്ടത് തന്നെയാണ്. ദർഗയുടെ മുറ്റത്ത് മുഴുവൻ ആളുകൾ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ, തീർത്ഥാടകരായി വന്നവർ, കച്ചവടം ചെയ്യുന്നവർ, പിന്നെ വരുന്നവരുടെ കയ്യിലേക്ക് അനുകമ്പയോടെ കൈനീട്ടുന്നവർ. നേരെ ദർഗയുടെ അകത്തേക്ക് പ്രവേശിച്ചു. പലരും പ്രാർത്ഥനയിലാണ്. അവിടുത്തെ ദർഗയുടെ പരിപാലകൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു പോകണമെന്ന് വെറുതെ പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ആ ഒച്ചപ്പാടിലും ഞാൻ മൗനമായി പ്രാർത്ഥിച്ചു. മഖ്ദൂം അലി മാഹിമി മഹാനവർകൾ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ തഫ്സീറുർ റഹ്മാൻ, തഫ്സീറുൽ മന്നാൻ എന്നിവ ലോകപ്രസിദ്ധമാണ്. മഹാനവർകൾ 100-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ വിവിധ ലൈബ്രറികളിൽ 10 പുസ്തകങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തഫ്സീർ റഹ്മാൻ കൈറോയിലെ അൽ അസർ സർവകലാശാലയിലും മക്കയിലെ ഉമ്മുൽ ഖുറ സർവകലാശാലയിലും ലഭ്യമാണ്. മഖ്ദൂം അലി മാഹിമിയുടെ ഉറൂസ് മുബാറക്ക് പ്രമാണിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സമന്വയ പാരമ്പര്യം നിലനിർത്തി മുംബൈ പോലീസ് ഈ മസാറിൽ ആദ്യത്തെ ചന്ദനം നൽകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മതപരമായ അതിരുകൾക്കപ്പുറമുള്ള സമാധാനവും ശാന്തിയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു പുണ്യസ്ഥലത്തിൻ്റെ കഴിവ് മാഹിം ദർഗ യഥാർത്ഥത്തിൽ അതിന് ഉദാഹരണമാണ്. മാഹിമിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ഒരാളുടെ കടയിൽ ഞങ്ങൾ കയറിയത്. സ്ഥലം അന്വേഷിച്ചപ്പോൾ കാസർഗോഡുകാരനാണ്. 45 വർഷമായി മുംബൈയിലെ മാഹിം ദർഗയുടെ ഓരത്ത് കച്ചവടം ചെയ്യുന്നു. കണ്ടാൽ മലയാളിയാണെന്ന് തോന്നുകയില്ല. അദ്ദേഹത്തിൻ്റെ ഭാവവും
അദ്ദേഹത്തിൻ്റെ വേഷവിധാനമൊക്കെ കണ്ടപ്പോൾ മുംബൈക്കാരനാണെന്നാണ് ആദ്യം തോന്നിയത്. സംസാരിച്ചപ്പോൾ മലയാളിയാണ്. ഒരുപാട് ഇഷ്ടം തോന്നി.